ദേശീയ തലത്തിൽ ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങളുടെ സ്വാധീനമില്ലാതാക്കാനുള്ള ബി.ജെ.പിയുടെ ഗൂഢാലോചന. ഈ ചെറുത്തുനിൽപ്പിൽ പരാജയപ്പെട്ടാൽ അത് മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഇന്ത്യ എന്ന ആശയത്തിന്റെ അവസാനമാകും. മണ്ഡല പുനർനിർണയത്തോട് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം തുടങ്ങിവെച്ച പ്രതിഷേധത്തിനൊപ്പം ചേരുകയാണ് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാന സർക്കാരുകളും. ചെന്നൈയിൽ നടക്കാനിരിക്കുന്ന സമ്മേളനം ആ പോരാട്ടത്തിന്റെ ആദ്യ ചുവട് മാത്രം. സത്യത്തിൽ എന്താണ് മണ്ഡല പുനർനിർണയം? എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം ഇക്കാര്യത്തെ എതിർക്കുന്നത്? ബി.ജെ.പിക്ക് ഇതിൽ നേട്ടമുണ്ടോ? ലോക്സഭയ്ക്കും നിയമസഭയ്ക്കും വേണ്ടി ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക മണ്ഡലങ്ങളുടെ എണ്ണവും അതിരുകളും നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് മണ്ഡല പുനർനിർണയം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 പ്രകാരം സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുന്നത്. രാഷ്ട്രപതി നിയമിച്ച ഒരു സ്വതന്ത്ര ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ചുമതല. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരാണ് ഈ കമ്മീഷനിൽ ഉണ്ടാവുക. കമ്മീഷന്റെ ശുപാർശകളും തീരുമാനങ്ങളും കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാകില്ലെന്നാണ് വ്യവസ്ഥ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 3 തവണയാണ് രാജ്യത്ത് മണ്ഡല പുനർനിർണയം നടന്നത്. 1951 36 കോടി 1 ലക്ഷം ജനങ്ങളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭയുടെ അംഗസംഖ്യ 494 ആക്കി. പിന്നീട് 1961 സെൻസസിൽ ജനസംഖ്യ 43.9 കോടിയായി വർദ്ധിച്ചപ്പോൾ 1963 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ലോക്സഭയുടെ അംഗസംഖ്യയും ഉയർത്തി 522 ആക്കി. 1971 സെൻസസ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ 54.8 കോടി എത്തി. ഇതനുസരിച്ച് 1973 ലോക്സഭയുടെ അംഗസംഖ്യ 543 ആക്കി വീണ്ടും ഉയർത്തി. വീണ്ടും ഒരു മണ്ഡല പുനർനിർണയം നടത്തേണ്ടിയിരുന്നത് 1981 എന്നാൽ 1976 അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2001 സെൻസസ് വരെ സംസ്ഥാനങ്ങളിലുടനീളം സീറ്റുകൾ അനുവദിക്കുന്നത് സർക്കാർ മരവിപ്പിച്ചു. 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു 25 വർഷത്തേക്ക് മരവിപ്പിക്കാനുള്ള ഈ നീക്കം. പിന്നീട് 2001 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 84ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ നിയന്ത്രണം 2026 വരെ നീട്ടി. ജനസംഖ്യാ വളർച്ച വിജയകരമായി തടഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ സീറ്റുകൾ നൽകുന്നത് തടയുകയും ഉയർന്ന ജനസംഖ്യാ വളർച്ചയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു 2 തീരുമാനങ്ങൾക്ക് പിന്നിലെയും ലക്ഷ്യം. 1971 സെൻസസ് അനുസരിച്ചാണ് നിലവിൽ ലോക്സഭയിൽ 543 രാജ്യസഭയിൽ 250 എന്ന സീറ്റുകളുടെ എണ്ണം. ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത് 2011 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നതാണെങ്കിലും കോവിഡ് കാരണം നീട്ടിവെച്ചു. പിന്നീട് ഇതുവരെ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കണക്കെടുപ്പ് മാറ്റിവെച്ചു. എന്നാൽ 2026 ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നതോടെ മണ്ഡല പുനർനിർണയം അനിവാര്യമാകും. ഇതോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ആശങ്കകൾ തുടങ്ങിയത്. ഇത് പിന്നീട് തെക്ക് വടക്ക് തർക്കമായും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമായും രാഷ്ട്രീയ പക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായും മാറി. ആശങ്കകൾ പലതാണ്. ഒന്നാമത്തേത്, കഴിഞ്ഞ ദശകങ്ങളിൽ കുടുംബാസൂത്രണ പരിപാടികൾ ഫലപ്രദമായി നടപ്പിലാക്കിയവരാണ് തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇതോടെ പല വടക്കൻ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഇവിടുത്തെ ജനസംഖ്യാ വളർച്ചാ നിരക്കിലും കുറവുണ്ടായി. ഏറ്റവും പുതിയ ജനസംഖ്യാ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് സീറ്റുകൾ പുനർവിന്യസിച്ചാൽ ലോക്സഭയിൽ തങ്ങളുടെ പ്രാതിനിധ്യം കുറയുമെന്നാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭയം. ജനസംഖ്യാടിസ്ഥാനത്തിൽ അതിർത്തി നിർണയം നടത്തിയാൽ ഉയർന്ന ജനസംഖ്യാ വളർച്ചയുള്ള വടക്കൻ സംസ്ഥാനങ്ങളിലെ പാർലമെന്ററി സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും അതുവഴി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആപേക്ഷിക പ്രാതിനിധ്യം കുറയുകയും ചെയ്യും. ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൊത്തം അംഗങ്ങളുടെ എണ്ണം 129 നിന്ന് 103 ആയി കുറയുമെന്നാണ് കണക്കാക്കുന്നത്. ഉദാഹരണമായി ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് അധിക സീറ്റുകൾ ലഭിക്കുമെന്നും തമിഴ്നാടിനും കേരളത്തിനും സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഉത്തർപ്രദേശിൽ 11 മണ്ഡലങ്ങൾ കൂടി ആകെ മണ്ഡലങ്ങൾ 91 ആവും. ബീഹാറിൽ 40 സീറ്റുകൾ ഉള്ളത് 50 ആകും. രാജസ്ഥാനിൽ 25 ഉള്ളത് 31 ആകും. ഹിന്ദി ഹൃദയഭൂമിയിലെ 220 സീറ്റ് 259 ആയി വർദ്ധിക്കും. എന്നാൽ തമിഴ്നാടിനും കേരളത്തിനും ആന്ധ്ര, തെലങ്കാനയ്ക്കും 8 സീറ്റുകൾ വീതം കുറയും. കർണാടകയ്ക്കും 2 സീറ്റുകളുടെ നഷ്ടമുണ്ടാകും. രാജ്യസഭയിലെ അംഗത്വം ഇപ്പോൾ തന്നെ ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി മാറിയ സാഹചര്യത്തിൽ ഈ ആശങ്ക ശക്തമാവും. ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ വിജയകരമായി നടപ്പിലാക്കിയതിനുള്ള അന്യായമായ ശിക്ഷയാണിതെന്നാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വാദിക്കുന്നത്. ജനസംഖ്യാനുപാത സിദ്ധാന്തം ലോക്സഭയിലെ സംസ്ഥാനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കണക്കാക്കാൻ ഉപയോഗിച്ചാൽ
അത് പ്രത്യുൽപാദന നിരക്ക് കുറയാൻ പ്രയത്നിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് സമമാണ്. ജനസംഖ്യാ നിയന്ത്രണം കഴിഞ്ഞ 50 വർഷമായി തുടരുന്ന ദേശീയ ലക്ഷ്യമാണെന്നിരിക്കെ ലോക്സഭയിലെ സീറ്റുകളുടെ കാര്യത്തിൽ കുറഞ്ഞ പ്രത്യുൽപാദന നിരക്കുള്ളവർക്ക് നഷ്ടവും ഉയർന്ന നിരക്കുള്ളവർക്ക് നേട്ടവും ഉണ്ടാകും. ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിൽ 1.7%, കേരളത്തിലും തമിഴ്നാട്ടിലും 1.8%മാണ് പ്രത്യുൽപാദന നിരക്ക്. അതേസമയം ബീഹാറിൽ ഇത് 3%, ഉത്തർപ്രദേശിൽ 2.35%, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ 2%. വടക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റുകളുടെ വർധനവ് ലോക്സഭയിലെ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുകയും ദേശീയ നയങ്ങളിൽ അവയ്ക്ക് കൂടുതൽ സ്വാധീനം നൽകുകയും ചെയ്യും. നയരൂപീകരണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അരികുവൽക്കരിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ജനസംഖ്യ കുറവാണെങ്കിലും ഇന്ത്യയുടെ GDPയിൽ ഗണ്യമായ സംഭാവന നൽകുന്നവരാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. പാർലമെന്ററി പ്രാതിനിധ്യത്തിലെ കുറവ് അവരുടെ സാമ്പത്തിക സംഭാവനകളും വികസന ആവശ്യങ്ങളും വേണ്ടത്ര പ്രതിഫലിപ്പിക്കാത്ത നയങ്ങളിലേക്ക് നയിച്ചേക്കാം. മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ കേന്ദ്ര ഫണ്ടുകളുടെ ലഭ്യതയെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് വഴി ആ സംസ്ഥാനത്തേക്ക് എത്തുന്ന കേന്ദ്ര സഹായത്തിലും കുറവ് വരും. മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തും ഒരു സീറ്റ് പോലും കുറയില്ലെന്ന് മോദി സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കിയതാണ്. എന്ത് വർധനവുണ്ടായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ന്യായമായ വീതം ലഭിക്കുമെന്നും ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ലെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കുറയില്ല എന്നത് വെറും പൊള്ളയായ വാഗ്ദാനമാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങി ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം കൂടില്ല എന്നും ആരും പറഞ്ഞിട്ടില്ല. ഒരിടത്ത് കുറയാതിരിക്കുകയും മറ്റൊരു ഭാഗത്ത് കൂടുകയും ചെയ്യുന്ന വിധത്തിൽ സീറ്റുകളുടെ പുനഃക്രമീകരണം നടപ്പാക്കാനുള്ള ഒരേയൊരു വഴി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇത് മുൻകൂട്ടി കണ്ടും ആസൂത്രണം ചെയ്തുമാണ് പുതിയ ലോക്സഭാ ചേംബർ 888 അംഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും വിധം സമർത്ഥമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സീറ്റുകളുടെ പുനഃക്രമീകരണത്തിന് ഈ വഴി സ്വീകരിച്ചാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സഭയിലെ ശബ്ദം 23.76% നിന്ന് 14.53% കുറയും. ജനസംഖ്യ മാത്രം അടിസ്ഥാനമാക്കിയുള്ള മണ്ഡല പുനർനിർണയത്തെ എതിർക്കുന്നതിൽ മുൻപന്തിയിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കേന്ദ്ര നടപടി രാജ്യത്തിന്റെ ഫെഡറലിസത്തിന് നേർക്ക് നടക്കുന്ന ആക്രമണമാണെന്ന് തുറന്നടിച്ച സ്റ്റാലിൻ മാർച്ച് 22-ന് ചെന്നൈയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച് രാജ്യത്തെ 7 മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര നടപടിയെ ചെറുക്കാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് സ്റ്റാലിന്റേതെന്ന് വ്യാഖ്യാനമുണ്ടെങ്കിലും അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയത്തിന് ഗൗരവമില്ലാതില്ല. സമ്മേളനത്തിന് പൂർണ്ണ പിന്തുണ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി തേടിയ ശേഷം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും BRS നേതാവ് KT രാമറാവുവും സമ്മേളനത്തിൽ ഭാഗമാകുമെന്നാണ് വിവരം. ഇതിനിടെ തമിഴ്നാട്ടിൽ വിവാഹിതരാകാൻ പോകുന്ന ദമ്പതിമാർ എത്രയും വേഗം കുട്ടികൾക്ക് ജന്മം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതും വലിയ രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തുന്നുണ്ട്. പുനർനിർണയത്തിൽ നേട്ടമുണ്ടാകുന്ന ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനുമെല്ലാം BJPക്ക് പ്രാതിനിധ്യമുള്ള സംസ്ഥാനങ്ങളാണ്. ഇവിടെ സീറ്റ് കൂട്ടിയാൽ മെച്ചം BJPക്ക് തന്നെ. എന്നാൽ സ്വാധീനം കുറവുള്ള ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കുറഞ്ഞാലും BJP അത് സാരമായി ബാധിക്കില്ല. അതിനാൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രമായും ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. സത്യത്തിൽ ദക്ഷിണേന്ത്യക്ക് നഷ്ടവും ഉത്തരേന്ത്യക്ക് നേട്ടവുമാകാനിടയുള്ള പുനർനിർണയം രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ നിശ്ചയിക്കുന്നതിന് അടിസ്ഥാന കാരണമാകുമെന്ന ഭയം പ്രാദേശിക പാർട്ടികൾക്ക് മാത്രമല്ല, പ്രതിപക്ഷ നിരയിലെ ദേശീയ പാർട്ടികൾക്കുമുണ്ട്. കമ്മീഷന്റെ ശുപാർശകളും തീരുമാനങ്ങളും കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാകാത്തതിനാൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഇംഗിതം മാത്രം അനുസരിച്ചാകും അവയുടെ പ്രവർത്തനവും ശുപാർശകളുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മണ്ഡല പുനർനിർണയം എന്ന ആശയത്തോടല്ല സ്റ്റാലിൻ അടക്കമുള്ളവരുടെ എതിർപ്പ്. അതിനായി ജനസംഖ്യ മാത്രം കണക്കിലെടുക്കുന്നതാണ്. ജനസംഖ്യാ കണക്കുകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രകടനം, മാനവ വികസന സൂചിക, നികുതി സംഭാവന എന്നിവ കൂടി പരിഗണിക്കണമെന്ന ബദൽ നിർദ്ദേശം വിദഗ്ധർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതുകൂടാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യ നഷ്ടം ലഘൂകരിക്കുന്നതിന് മൊത്തം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. തുല്യ പ്രാതിനിധ്യം, സാമ്പത്തിക സംഭാവനകൾ, ഫെഡറലിസത്തിന്റെ തത്വങ്ങൾ എന്നിവയുമായി ജനസംഖ്യാ കണക്കുകൾ സന്തുലിതമാക്കേണ്ടതിന്റെ ആവശ്യകതകളാണ് മണ്ഡല പുനർനിർണയ ചർച്ചകളിൽ പ്രധാനമായി ഉയരുന്നത്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓരോ സംസ്ഥാനത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കുകയും അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും വേണം. അല്ലാതെ കേന്ദ്ര സർക്കാർ 83, 82 അനുച്ഛേദങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള പുനഃക്രമീകരണത്തിന് എതിരു നിൽക്കുകയും ചെയ്താൽ കലഹവും ദുരന്തവുമാകും ബലം.